നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന പോലീസ് മേധാവിയായി വീണ്ടും ലോക്നാഥ് ബെഹ്റ. തീരുമാനം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ. കെഎസ്ആർടിസിയുടെ മിന്നൽ സർവീസിന് തുടക്കം. മാനന്തവാടിക്കും ബത്തേരിക്കും സർവീസുകൾ. ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി. നിയമനം PHSകളിലേക്കും CHSകളിലേക്കും. കനത്ത മഴ നാളെയും തുടരും. വയനാട്ടിൽ ലഭിച്ചത് സംസ്ഥാന ശരാശരിയുടെ പകുതി മഴ. ഇന്നലെ 25.8 മില്ലിമീറ്റർ മഴ ലഭിച്ചു. എടയ്ക്കൽ പൈതൃക ബഹുസ്വരത ദേശീയ സമ്മേളനം സമാപിച്ചു. എടയ്ക്കൽ ലിഖിതങ്ങൾക്ക് മോഹൻജദാരോ ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫ്സ് ലിഖിതങ്ങളുമായി സാദൃശ്യമെന്ന് MR രാഘവ വാര്യർ. എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ സ്പർശ്യമായ ഓർമ്മ മുദ്രകൾ. എക്കോ ടൂറിസം മേഖലയിലെ ആദിവാസി ഭൂമി വിറ്റത് തഹസീൽദാരുടെ റിപ്പോർട്ട് അവഗണിച്ച്. ലാഭക്കച്ചവടത്തിന് മുൻ കളക്ടറുടെ ഒത്താശ. വാർത്തകൾ വിശദമായി. സംസ്ഥാന പോലീസ് മേധാവിയായി ലോക്നാഥ് ബെഹ്റയെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിലവിലെ പോലീസ് മേധാവി TP സെൻകുമാർ വെള്ളിയാഴ്ച വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ഇപ്പോൾ വിജിലൻസ് മേധാവിയാണ് ബെഹ്റ. രണ്ടാം തവണയാണ് ലോക്നാഥ് ബെഹ്റ സംസ്ഥാന പോലീസ് മേധാവിയാകുന്നത്. LDF സർക്കാർ അധികാരമേറ്റ ഉടനെ അന്ന് പോലീസ് മേധാവിയായിരുന്ന സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റയെ DGPയായി നിയമിക്കുകയായിരുന്നു. കോടതി വിധിയെ തുടർന്ന് സെൻകുമാർ DGP ആയതോടെ ബെഹ്റയെ വിജിലൻസ് ഡയറക്ടറാക്കി. അദ്ദേഹം DGP ആകുന്നതോടെ വിജിലൻസ് ഡയറക്ടർ പദവി ആര് വഹിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. 55 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ബെഹ്റ തിരിച്ചെത്തുന്നത്. ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ അധ്യക്ഷയായ സമിതിയാണ് DGP സ്ഥാനത്തേക്ക് ബെഹ്റയുടെ പേര് നിർദ്ദേശിച്ചത്. നിർദ്ദേശം ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. വെള്ളിയാഴ്ച സെൻകുമാറിന്റെ സർവീസ് കാലാവധി അവസാനിക്കുന്നതോടെ DGPയായി ബെഹ്റ ചുമതലയേൽക്കും. 1985 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ദീർഘദൂര യാത്രക്കാരെ ഉദ്ദേശിച്ച് KSRTCയുടെ മിന്നൽ സർവീസിന് തുടക്കമായി. ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി തമ്പാനൂരിൽ ആദ്യ സർവീസിന് ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് സുൽത്താൻ ബത്തേരിക്കും മാനന്തവാടിക്കും മിന്നൽ സർവീസുകൾ പുറപ്പെട്ടു. ട്രെയിൻ യാത്രയേക്കാൾ സമയം ലാഭം ഉറപ്പു നൽകുന്ന KSRTCയുടെ പുതിയ സർവീസുകളാണ് മിന്നൽ. 10 റൂട്ടുകളിലാണ് ആദ്യഘട്ടത്തിൽ സർവീസ്. 23 ബസ്സുകളാണ് മിന്നൽ സർവീസിന് തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റോപ്പുകൾ കുറച്ചും വേഗത കൂട്ടിയുമാണ് മിന്നൽ ബസ്സുകൾ സമയം ലാഭിക്കുക. കുമളി, മൂന്നാർ, കട്ടപ്പന, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, ബത്തേരി, മാനന്തവാടി റൂട്ടുകളിലാണ് ആദ്യഘട്ടത്തിൽ മിന്നൽ സർവീസ്. തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് 11-ന് പുറപ്പെടുന്ന മിന്നൽ സർവീസ് 9 മണിക്കൂറും 20 മിനിറ്റും എടുത്ത് 8 മണിക്ക് ബത്തേരിയിലെത്തും. തിരുവനന്തപുരം മാനന്തവാടി റൂട്ടിൽ റണ്ണിംഗ് സമയം 9 മണിക്കൂർ 25 മിനിറ്റാണ്. പാലക്കാട്, മംഗളൂരു റൂട്ടിലും മിന്നൽ സർവീസുണ്ട്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. PHSകളിലും CHSകളിലും ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചു. പകർച്ചപ്പനിയും മഴക്കാല രോഗങ്ങളും പടരുന്ന സാഹചര്യത്തിലാണ് നടപടി. പഞ്ചായത്തിന്റെയും നഗരസഭയുടെയും അധികാരപരിധിയിൽ വരുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ 1 ഡോക്ടറെയും 1 പാരാമെഡിക്കൽ സ്റ്റാഫിനെയും, സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിൽ 2 ഡോക്ടർമാരെയും 2 പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കാമെന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി TK ജോസ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ ഈ കേന്ദ്രങ്ങളിൽ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും ഉത്തരവിലുണ്ട്. ദേശീയ ആരോഗ്യ മിഷൻ മാനദണ്ഡപ്രകാരം പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും തനത് ഫണ്ടിൽ നിന്നോ പ്ലാൻ ഫണ്ടിൽ നിന്നോ ഇവർക്കുള്ള വേതനം നൽകാം. സംസ്ഥാനത്താകെ 852 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും 231 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളുമാണ് ഉള്ളത്. സർക്കാർ ഉത്തരവനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും നിയമിക്കുന്നതോടെ 1314 ഡോക്ടർമാരും 1314 പാരാമെഡിക്കൽ സ്റ്റാഫും അധികമായി നിയമിക്കപ്പെടും. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് ഇത് കരുത്തു പകരും. സംസ്ഥാനത്ത് PHSകളിൽ 170 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. ഇവയിൽ 2-ലധികം ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുമുണ്ട്. ഡോക്ടർമാർ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ഫീൽഡ് സന്ദർശനവും നിർബന്ധം. കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാൻ നടപടിയെടുത്തത്. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. കനത്ത മഴ നാളെയും തുടരുമെന്ന് മുന്നറിയിപ്പ്. വയനാട്ടിൽ ലഭിച്ചത് സംസ്ഥാന ശരാശരിയുടെ പകുതി മാത്രം മഴ. 2 ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 70 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചു.
വയനാട്ടിൽ ഇപ്പോഴും 54.8% മഴയുടെ കുറവാണ് അനുഭവപ്പെടുന്നത്. വയനാട്ടിൽ സ്ഥിരമായി മഴ കുറഞ്ഞുവരുന്ന പ്രവണതയുടെ ഭാഗമായാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഒറ്റ ദിവസം 145 മില്ലിമീറ്റർ മഴ പെയ്തു. വെള്ളാനിക്കരയിൽ 133 മില്ലിമീറ്ററും ആലത്തൂരിൽ 124 മില്ലിമീറ്ററും മഴ ലഭിച്ചു. കനത്ത മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് സൂചന. സംസ്ഥാനത്ത് മഴ കുറയുമെന്ന ആശങ്ക കഴിഞ്ഞ 2 ദിവസത്തെ മഴയോടെ നീങ്ങിയിട്ടുണ്ട്. എന്നാൽ വയനാടിന്റെ മഴ ലഭ്യത ആശങ്കാജനകമായി തുടരുകയാണ്. ജൂൺ 1 മുതൽ 27 വരെ 189.8 മില്ലിമീറ്റർ മഴ ലഭിച്ചതായി അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ജൂണിൽ ഏറ്റവും കൂടുതൽ മഴ വയനാട്ടിൽ കിട്ടിയത് ഇന്നലെയാണ്. ഇന്നലെ 25.8 മില്ലിമീറ്റർ മഴ ലഭിച്ചു. തിങ്കളാഴ്ച 24.5 മില്ലിമീറ്റർ മഴ കിട്ടി. ജൂൺ 1 മുതൽ ഇന്നലെ വരെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചതായി RARS അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ്. കാലവർഷമെത്തിയതോടെ ജില്ലയിലെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളിലെ ജീവിതം ദുരിതക്കയത്തിൽ. മിക്ക എസ്റ്റേറ്റുകളും തൊഴിലാളികൾക്ക് താമസിക്കാൻ നിർമ്മിച്ചു നൽകിയ പാടികൾ കാലപ്പഴക്കം മൂലം തകർന്നു തുടങ്ങിയത് തൊഴിലാളികളുടെ ജീവിതത്തിന് മേൽ കരിനിഴൽ പടർത്തുന്നു. ജില്ലയിലെ വൻകിട തേയിലത്തോട്ടങ്ങളിലെ പാടികളുടെ അറ്റകുറ്റപ്പണി യഥാസമയത്ത് നടത്താതിരുന്നതോടെയാണ് തൊഴിലാളികൾ ദുരിതത്തിലായത്. മിക്ക പാടികളും മഴയത്ത് ചോർന്നൊലിക്കുകയാണ്. മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചുകെട്ടിയും ഓടുകൾക്ക് മുകളിലെ കുമ്മായം വിതറിയുമാണ് ചോർച്ച ഒരളവോളം പ്രതിരോധിക്കുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് വൻകിട തോട്ടങ്ങളിലെ പാടികൾ. ഇവയിൽ ഭീതിയോടെയാണ് തൊഴിലാളി കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത്. മഴക്കാലത്തിന് മുമ്പ് പാടികൾ വാസയോഗ്യമാക്കണമെന്ന ആവശ്യം തൊഴിലാളികൾ നിരന്തരം ഉന്നയിച്ചതിനെ തുടർന്ന് പലയിടത്തും മാനേജ്മെന്റുകൾ അറ്റകുറ്റപ്പണിക്ക് തയ്യാറായത്. ഇത് കാട്ടിക്കൂട്ടലായതിന്റെ നിരാശയിലാണ് തൊഴിലാളികൾ. ചുണ്ടയിൽ, അരപ്പറ്റ, പുഴുതന, മേപ്പാടി, ചുളുക്ക, പെരുന്തട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ ലയങ്ങളിൽ പലതും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാമെന്ന അവസ്ഥയിലാണ്. വീഴാറായ ലയങ്ങൾ പൊളിച്ചുപണിയാൻ മാനേജ്മെന്റുകൾ തയ്യാറാകുന്നുമില്ല. തോട്ടം തൊഴിലാളികൾക്ക് ലൈഫ് പദ്ധതിയിൽ പാർപ്പിടം നിർമ്മിച്ചു നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. ഇതിലാണിപ്പോൾ തോട്ടം മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പ്രതീക്ഷ. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. ബീച്ചനഹള്ളി ഡാമിൽ ജലനിരപ്പ് ഉയർന്നില്ല. കർണാടക ആശങ്കയിൽ. വയനാട്ടിൽ തുടർച്ചയായി അനുഭവപ്പെടുന്ന മഴക്കുറവാണ് കർണാടകയെ ആശങ്കയിലാഴ്ത്തിയത്. ബീച്ചനഹള്ളി ഡാമിൽ ശേഷിക്കുന്നത് 50 അടി വെള്ളം മാത്രം. ബീച്ചനഹള്ളി ഡാമിൽ നിന്നാണ് തമിഴ്നാടിന് വെള്ളം നൽകുന്നത്. എല്ലാ വർഷവും ജൂൺ മാസം പകുതിക്ക് ഡാം നിറയുകയും അന്തർസന്തയിലെ തർക്കാരെ ഡാമിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയുമായിരുന്നു പതിവ്. മൈസൂർ, ചാമരാജനഗർ എന്നീ ജില്ലകളിൽ കുടിവെള്ളം എത്തിക്കുന്നതും ഇവിടെ നിന്നാണ്. വയനാട് ജില്ലയിലെ കബനിപ്പുഴയിൽ നിന്നാണ് ഡാമിലേക്ക് പ്രധാനമായും വെള്ളം എത്തുന്നത്. വയനാട്ടിലെ മഴയുടെ കുറവ് കർണാടകയിലെ കർഷകരെയും ബാധിച്ചു. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കർണാടക സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് പൂജ നടത്തിയിരുന്നു. ഡാമിലെ ജലനിരപ്പ് കർണാടകയെയും തമിഴ്നാടിനെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൊടുത്ത ജലത്തിന്റെ പകുതി പോലും നൽകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ കർണാടകയുള്ളത്. വെള്ളമില്ലാത്തത് ഡാമിൽ നിന്ന് കൊട്ടത്തോണിയിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന നിരവധി കുടുംബങ്ങളെയും ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഗണ്ടത്തൂർ, മറാളി, കെയാർപുര, എൽബൽത്തൂർ, കാരാപ്പുറ, സർഗൂർ എന്നീ ഗ്രാമങ്ങളിൽ കൃഷി ചെയ്യുന്നവരും ആശങ്കയിലാണ്. ഡാമിൽ വെള്ളത്തിന് ഇത്രയും കുറവ് വരുന്നത് ഡാം നിർമ്മിച്ച ശേഷം ഇതാദ്യമാണ് എന്ന് ഇവിടെയുള്ള കർഷകർ പറയുന്നു. ഡാമിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിലെ ബോട്ടിംഗ് നിർത്തിവെച്ചു. വയനാട് ജില്ലയിൽ മഴ പെയ്യണേ എന്ന പ്രാർത്ഥനയിലാണ് ഇവിടെയുള്ള കർഷകർ. ಹೌದಾ, ನಾವೆಲ್ಲ ಇದೇ ಜೀವನ ಮಾಡೋರು. ಇದು ಮತ್ಸ್ಯ ಜೀವನ ಮಾಡ್ತಾರಲ್ಲ ಕರ್ನಾಟಕದಲ್ಲಿ. ಇದೇ ಮೀನು ಹಿಡ್ಕೊಂಡು ಇದು ಮಾಡ್ತೀವಿ. ಇವಾಗ ಮೀನುಗಳು ಏನು ಬರ್ತಾ ಇಲ್ಲ. ಇಲ್ಲ ಇಲ್ಲ, ಮೀನಿಲ್ಲ. ಮೊಳಲೆ ಮೀನಿಲ್ಲ, ಮಳೆ ಇಲ್ಲ, ನೀರಿಲ್ಲ. ಮೇಲೆ ಮಳೆ ಉದ್ರತಾನೆ ನೀರು ಬರ್ತದ, ಮೀನಾಯ್ತದ ಇಲ್ಲ. ബിജു കിഴക്കടം, വയനാട് ന്യൂസ്, മാനന്തവാടി. 2 ദിവസത്തെ എടക്കൽ പൈതൃക ബഹുസ്വരത ദേശീയ സമ്മേളനത്തിന് ബത്തേരിയിൽ സമാപനമായി. ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണനാണ് ദേശീയ സമ്മേളനം ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. തിരൂർ തുഞ്ചൻപറമ്പ് മലയാളം സർവകലാശാലയാണ് എടക്കലിനെക്കുറിച്ച് ദേശീയ സമ്മേളനം സംഘടിപ്പിച്ചത്. ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം എടക്കലിൻ്റെ ലിപിവിജ്ഞാനം എന്ന വിഷയത്തിൽ പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ സുബ്ബരായലു, തഞ്ചാവൂർ തമിഴ് സർവകലാശാലയിലെ എപ്പിഗ്രാഫിസ്റ്റ് വി സെൽവകുമാർ ദക്ഷിണേന്ത്യൻ ഗുഹാചിത്ര പാരമ്പര്യം എന്ന വിഷയത്തിലും പ്രഭാഷണം നടത്തി. ഇന്ന് 2 സെഷനുകളാണ് സെമിനാറിൽ സംഘടിപ്പിച്ചത്. ഡോക്ടർ MR രാഘവ വാര്യർ, ശ്രീലത ദാമോദരൻ, KM ഭരതൻ എന്നിവർ ആദ്യ സെഷനിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഉച്ചതിരിഞ്ഞ് പ്രാദേശിക വിജ്ഞാനവും എടക്കൽ സംരക്ഷണവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടത്തി. സജീവമായ പങ്കാളിത്തം, സചേതനമായിട്ടുള്ള പങ്കാളിത്തം മറ്റ് ഒരു ജില്ലയിലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് സമ്മതിക്കുന്നതിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ വിചാരിക്കുന്നത്
എനിക്ക് സമയം കുറച്ച് നല്ലതാണെന്നാണ്. കാരണം ഇത് വയനാട് വെച്ച് നടത്താതിരിക്കാൻ ഒരുപാട് പ്രേരണകൾ ഉണ്ടായിരുന്നു. വയനാട് ചെന്നെത്താൻ ബുദ്ധിമുട്ടാണ്, സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇടയ്ക്കൽ ഗുഹകളെ പറ്റി ഇപ്പോൾ നമ്മൾ തിരൂര് വെച്ച് സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്തരത്തിലുള്ള ഒരുപാട് വിലപ്പെട്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും വൈസ് ചാൻസലർക്ക് ധാരാളമായി കിട്ടിയിരുന്നു. ചർച്ചയ്ക്ക് തോമസ് അമ്പലവയൽ, ബാദുഷ, ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. എം.ആർ. രാഘവ വാര്യർ മോഡറേറ്ററായിരുന്നു. സമാപലോകനത്തിൽ പ്രൊഫസർ കെ.എം. ഭരതൻ അധ്യക്ഷനായിരുന്നു. അവലോകന ഭാഷണം എം.ആർ. രാഘവ വാര്യർ നിർവഹിച്ചു. എ.പി. ഷാജി, വയനാട് ന്യൂസ്, ബത്തേരി. സിന്ധു നദീതടത്തിലെ മോഹൻജദാരോ സംസ്കാരവുമായും ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിപ്സുമായും എടക്കൽ ചിത്രങ്ങൾക്ക് സാദൃശ്യമുണ്ടെന്ന് പ്രമുഖ ഭാഷാപണ്ഡിതനും ചരിത്രകാരനുമായ ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ അഭിപ്രായപ്പെട്ടു. മലയാളം സർവകലാശാല ബത്തേരി അധ്യാപക ഭവനിൽ സംഘടിപ്പിച്ച എടക്കൽ പൈതൃക ബഹുസ്വരത ദേശീയ സമ്മേളനത്തിൽ 2ാം ദിവസത്തെ സെക്ഷനിൽ പ്രബന്ധം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. മോഹൻജദാരോവിലെ 478 നമ്പർ മുദ്രയ്ക്ക് ഈ സംസ്കാരങ്ങളുമായി സാദൃശ്യമുണ്ട്. എടക്കൽ ലിഖിതങ്ങളുടെ പഠനത്തിന് ലോകം, വേദം, അധ്യാത്മം എന്ന അർത്ഥവിശകലന രീതി അവലംബിക്കണമെന്നും രാഘവ വാര്യർ പറഞ്ഞു. എടക്കലും സമാന സ്ഥാനങ്ങളും എന്ന വിഷയത്തിലാണ് അദ്ദേഹം പ്രബന്ധം അവതരിപ്പിച്ചത്. മോഹൻജദാരോയിൽ നിന്ന് കിട്ടിയ 470 നമ്പർ മുദ്രയിലെ 478 നമ്പർ മുദ്രയിലെ ചിത്രമാണ് ഇത്. തമ്മിലുള്ള സാദൃശ്യം ദൂരം കൊണ്ട് എത്രയോ കിലോമീറ്റർ അകന്ന് കിടക്കുന്ന 2 പ്രദേശത്ത്, ഇന്ത്യ വൻകരയുടെ വടക്കു പടിഞ്ഞാറേ അറ്റത്തും തെക്ക് കിഴക്കേ അറ്റത്തും കിടക്കുന്ന 2 പ്രദേശങ്ങളിലെ 2 സാധനങ്ങൾ തമ്മിൽ, 2 ചിത്രങ്ങൾ തമ്മിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു തരം ബന്ധമാണ് ഇത്. ഈ ബന്ധത്തിൽ നമുക്ക് ഓർത്തുവെക്കാനുള്ള ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അതിന്റെ ശൈലി ഒരു പ്രത്യേക രീതിയിലായിത്തീരുന്നു. ന്യൂറോളജിയും മനഃശാസ്ത്രവും മറ്റും ഓർമ്മകളുടെ ആന്തരിക കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ബാഹ്യവും സ്പർശിയുമായ ഓർമ്മമുദ്രകളായി മുന്നിൽ നിൽക്കുകയാണ് എടക്കൽ ഗുഹാചിത്രങ്ങളെന്ന് പ്രൊഫസർ കെ.എം. ഭരതൻ. സെമിനാറിൽ സംസ്കാരങ്ങളുടെ സംഗമസ്ഥാനം എന്ന എടക്കലിന്റെ പ്രത്യേകതയെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ആദിമനിവാസികളുടെയും ദ്രാവിഡ ജൈന മതങ്ങളുടെയും പിന്നീട് വന്ന മതങ്ങളുടെയും പ്രാദേശിക ആരാധനാ സമ്പ്രദായങ്ങളുടെയും സാംസ്കാരിക സമന്വയവും സംഗമവുമാണ് എടക്കലിൽ കാണാൻ കഴിയുകയെന്നും പ്രൊഫസർ കെ.എം. ഭരതൻ നിരീക്ഷിച്ചു. സമ്പന്നമായിട്ടുള്ള നിരവധി സാംസ്കാരിക ധാരകളുടെ സാന്നിധ്യം എടക്കലിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വളരെ വിശദമായി പഠിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അതൊന്ന് ആദിവാസി സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സാംസ്കാരിക ധാര, ദ്രാവിഡീയമായിട്ടുള്ള സംസ്കൃതിയുടെ ഒരു സാംസ്കാരിക ധാര, ജൈന മതവുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക ധാര, തുടർന്ന് ഇങ്ങോട്ട് മറ്റു പല മതങ്ങളുമായും പ്രാദേശിക മത ആരാധനകളുമായും ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സാംസ്കാരിക ധാരകൾ ഉള്ള ഒരു ഇടമാണ്. പാറകളിൽ പാടുവീഴ്ത്തി ലിപികളും ചിത്രങ്ങളും മുദ്രണം ചെയ്യുന്ന പെട്രോക്ലിപ്സിനാൽ സമ്പന്നമാണ് എടക്കലിലെയും സമീപ പ്രദേശങ്ങളിലെയും പൈതൃക സാംസ്കാരിക മുദ്രകളെന്ന് പ്രൊഫസർ ശ്രീലത ദാമോദരൻ പറഞ്ഞു. തൊവരിമലയിലെ ശിലാചിത്രങ്ങളും എടക്കലും എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുകയായിരുന്നു അവർ. മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇടക്കലും കിഴക്ക് വശത്ത് ഗോവിന്ദമൂല, അതിനും കിഴക്കായിട്ടാണ് തൊവരി ചിത്രങ്ങളുള്ളത്. പിന്നെ പെട്രോഗ്ലിപ്സ് എന്ന് പറഞ്ഞാൽ എൻഗ്രേവിംഗ് ഓർ കാർവിംഗ്, അതായത് പാറയിൽ കൊത്തിവെച്ചതോ ഉരച്ചുണ്ടാക്കിയതോ കുഴിച്ചെടുത്തതോ ആയ ചിത്രങ്ങളെയാണ് പെട്രോഗ്ലിപ്സ് എന്ന് പറയുന്നത്. നമുക്ക് പെട്രോഗ്ലിപ്സ് ആണ് വയനാട് പ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് പെട്രോഗ്ലിപ്സുകളുടെ സമ്പന്നമായൊരു സ്ഥാനമാണ് ഇടയ്ക്കൽ. വെള്ളമുണ്ട പുളിഞ്ഞാൽ മലയിൽ എക്കോ ടൂറിസം മേഖലയിൽ ആദിവാസിയുടെ ഭൂമി നിസാര വിലയ്ക്ക് വിൽപ്പന നടത്തിയത് മാനന്തവാടി തഹസീൽദാറുടെ റിപ്പോർട്ട് അവഗണിച്ചാണെന്ന വെളിപ്പെടുത്തൽ. എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് അതീവ പ്രാധാന്യമുള്ള ഭൂമിയാണെന്നും വൻ വില കിട്ടുമെന്നും മാനന്തവാടി തഹസീൽദാരും TDOയും റിപ്പോർട്ട് നൽകിയിട്ടും അത് അവഗണിച്ച് ഭൂമി വിൽക്കാൻ മുൻ ജില്ലാ കളക്ടർ അനുമതി നൽകുകയായിരുന്നുവെന്ന് തഹസീൽദാർ അറിയിച്ചു. വെള്ളമുണ്ട പഞ്ചായത്തിലെ മംഗലശ്ശേരിയിൽ ബാണാസുരമലയുടെ താഴ്വാരത്ത് കാടർ വിഭാഗത്തിൽപ്പെട്ട ലക്ഷ്മി ജാനു എന്നിവരുടെ 40 സെന്റ് കൈവശ ഭൂമിയാണ് തൃശൂർ സ്വദേശിക്ക് സെന്റിന് 6000 രൂപ പ്രകാരം വിൽക്കാൻ മുൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയത്. 1999 കേരള പട്ടികവർഗ ഭൂമി കൈമാറ്റ നിയന്ത്രണവും
പുനരവകാശ സ്ഥാപനവും നിയമപ്രകാരമാണ് കളക്ടർ അനുമതി നൽകിയിരിക്കുന്നത്. എക്കോ ടൂറിസം മേഖലയിൽ ചുറ്റുവട്ടത്ത് പൊന്നും വിലയ്ക്ക് ഭൂമി വിൽപ്പന നടക്കുമ്പോഴാണ് പാവപ്പെട്ട ആദിവാസികളുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി ചുളുവിലയ്ക്ക് കൈമാറ്റം ചെയ്യാൻ ജില്ലാ കളക്ടർ തന്നെ അനുമതി നൽകിയത്. തഹസിൽദാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഉന്നയിച്ച തടസ്സവാദങ്ങൾ മറികടന്നാണ് ഭൂമി കച്ചവടം നടത്തിയിരിക്കുന്നത്. ഭൂമി വിലയും നാണയവിലയും അറിയാത്ത പാവങ്ങളായ ആദിവാസി സഹോദരിമാർ ആരുടെയോ പ്രേരണ മൂലം 3500 രൂപയ്ക്ക് ഭൂമി വിൽക്കാനാണ് ആദ്യം അനുമതി തേടിയത്. രോഗചികിത്സയ്ക്കും വീട് വെക്കാനും പണം കണ്ടെത്താനായിരുന്നു ഇവർ ഭൂമി വിൽക്കാനൊരുങ്ങിയത്. ഈ ഭൂമി കച്ചവടത്തിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപണമുയർന്ന കാര്യം വയനാട് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വയനാട് ന്യൂസ്, മാനന്തവാടി. പനമരത്തെ അടച്ചുപൂട്ടിയ ബീവറേജസ് ഔട്ട്ലെറ്റിനെതിരെ പെരുവകയിൽ തുടരുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ജനവാസ കേന്ദ്രത്തിലേക്ക് ബീവറേജ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഈ സമരത്തെ അടിച്ചമർത്താൻ നോക്കുന്ന സർക്കാർ നിലപാട് അങ്ങേയറ്റം അപലപനീയമാണെന്നും KSU ജില്ലാ കമ്മിറ്റി പൂർണ്ണ പിന്തുണ നൽകുമെന്നും KSU ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് പറഞ്ഞു. അജിൽ ജെയിംസ്, നിഖിൽ തോമസ്, MJ അജിത്, ഷൈജിത് CM, ജസ്റ്റിൻ പോൾ, സുശേഷ് ചെറുകുമ്പം എന്നിവർ സംസാരിച്ചു. ഒരു വൻ വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെ നൽകുവാൻ ഞങ്ങൾ KSU വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ജനകീയ സമരത്തിന് വയനാട് ജില്ലാ KSU കമ്മിറ്റിയുടെ എല്ലാവിധ ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ട്. വയനാട് ന്യൂസ്, മാനന്തവാടി. രാപ്പകലില്ലാതെ കർണാടക വനത്തിൽ നിന്നും കാട്ടാനകൾ കൃഷിയിടത്തിലിറങ്ങാൻ തുടങ്ങിയതോടെ വീടിന് പുറത്തിറങ്ങാനാവാതെ പുൽപ്പള്ളി കൊളവള്ളി പ്രദേശവാസികൾ ദുരിതത്തിൽ. മുളങ്കൊല്ലി പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമമായ കൊളവള്ളിയിലാണ് ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നുള്ള കാട്ടാനകൾ കബനി നദിയും കന്നാരമ്പുഴയും കടന്ന് കൃഷിയിടത്തിലെത്തുന്നത്. രാപ്പകലില്ലാതെ കർണാടക വനത്തിൽ നിന്നും കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങാൻ തുടങ്ങിയതോടെ വീടിന് പുറത്തിറങ്ങാനാവാതെ പുൽപ്പള്ളി കൊളവള്ളി പ്രദേശവാസികൾ ദുരിതത്തിൽ. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമമായ കൊളവള്ളിയിലാണ് ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നുള്ള കാട്ടാനകൾ കബനി നദിയും കന്നാരമ്പുഴയും കടന്ന് കൃഷിയിടങ്ങളിലെത്തുന്നത്. കൂട്ടമായെത്തുന്ന ആനകൾ ഇഞ്ചി, വാഴ, ചേന, കപ്പ, റബ്ബർ തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. കൊളവള്ളി പുഴയോരത്തെ ഫെൻസിംഗ് തകർന്നതാണ് ആനകൾ കൃഷിയിടത്തിലിറങ്ങാൻ പ്രധാന കാരണം. ആനശല്യം കാരണം വെളുപ്പിന് ക്ഷീരസംഘത്തിൽ പാലളക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. കൃഷിയിടത്തിലിറങ്ങിയ ആനയെ പാട്ട കൊട്ടി തുരത്താൻ ശ്രമിച്ചാലും ആന തിരികെ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഉച്ചയോടെയാണ് കൃഷിയിടത്തിൽ നിന്ന് പോയത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പുൽപ്പള്ളി താഴെയങ്ങാടിയിൽ പുതുതായി ആരംഭിച്ച ബീവറേജ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാല മാറ്റി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം അവഗണിക്കപ്പെടുന്നു. ജനങ്ങളേറെ സഞ്ചരിക്കുന്ന താഴെയങ്ങാടി പുൽപ്പള്ളി റോഡിലെ പാതയോരത്താണ് മദ്യവിൽപ്പനശാല. വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഇതുവഴി നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. താഴെയങ്ങാടി മുതൽ അമൃത സ്കൂൾ വരെയുള്ള പാതയുടെ ഇരുവശങ്ങളിലും മദ്യം വാങ്ങാനെത്തുന്നവർ വാഹനം പാർക്ക് ചെയ്യുന്നത് കാരണം മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. ബസ് സർവീസുള്ള റോഡായിട്ട് പോലും അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല. മദ്യം വാങ്ങി വാഹനത്തിൽ വെച്ച് തന്നെ കഴിക്കുന്നത് പതിവായിരിക്കുകയാണ്. നിരവധി തവണ പ്രദേശത്തുകാർ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കടമാന്തോടിന് സമീപം ഇരുന്ന് മദ്യപിച്ച ശേഷം തോട്ടിൽ കുപ്പികളും മറ്റും ഉപേക്ഷിക്കുന്നതും ചില്ലുകുപ്പികൾ പൊട്ടിച്ചിടുന്നതും കാരണം ജനങ്ങൾക്ക് തോട്ടിൽ അലക്കാനും കുളിക്കാനും പോലും സാധിക്കുന്നില്ല. ബീവറേജിന്റെ സമീപം ആരംഭിച്ച കടകളിൽ മദ്യപിക്കാൻ അവസരം ഒരുക്കിയതോടെ കാൽനടയാത്രക്കാർക്ക് മദ്യപാനികളുടെ ശല്യം മൂലം പരമദുരിതമായി. വിൽപ്പന കേന്ദ്രത്തിന്റെ സമീപത്ത് പരസ്യ മദ്യപാനം സ്ത്രീകളും കുട്ടികളുമടക്കം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഒന്നാം നിലയിലുള്ള വിൽപ്പനശാലയിൽ നിന്ന് മദ്യം വാങ്ങി റോഡിലേക്കാണ് ഇറങ്ങുന്നത്. വാഹനത്തിരക്കേറിയ ഇവിടെ മിക്ക ദിവസങ്ങളിലും അപകടം പതിവാണ്. നിർധനരായ ആദിവാസികളടക്കമുള്ള പ്രദേശത്തു നിന്ന് മദ്യവിൽപ്പനശാല മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുജനങ്ങൾ പരാതി നൽകിയിട്ടും നടപടിയില്ല. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. 1 ലക്ഷം യുവകർഷക തൊഴിൽദാന പദ്ധതി അംഗങ്ങൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിക്കാൻ മുൻകൈയെടുത്ത മന്ത്രി VS സുനിൽകുമാറിന്റെ നടപടി സ്വാഗതാർഹമാണെന്ന് 1 ലക്ഷം യുവകർഷക സമിതി ജില്ലാ കൺവെൻഷൻ. ജില്ലയിലെ മുഴുവൻ തൊഴിൽദാന പദ്ധതി അംഗങ്ങൾക്കും മരിച്ചവരുടെ ആശ്രിതർക്കും കൃഷിവകുപ്പിൽ തൊഴിലവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. പ്രസിഡന്റ് ജെയിംസ് ചാക്കോ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി V ജാനകി ഉദ്ഘാടനം ചെയ്തു. ഷാജി, സെബാസ്റ്റ്യൻ, ചന്ദ്രാംഗതൻ, ഗോപാലകൃഷ്ണൻ, EC ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പനമരം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന പോലീസ് മേധാവിയായി വീണ്ടും ലോക്നാഥ് ബെഹ്റ. തീരുമാനം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ. KSRTCയുടെ മിന്നൽ സർവീസിന് തുടക്കം.
മാനന്തവാടിക്കും ബത്തേരിക്കും സർവീസുകൾ. ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി. നിയമനം PHSകളിലേക്കും CHSകളിലേക്കും. കനത്ത മഴ നാളെയും തുടരും. വയനാട്ടിൽ ലഭിച്ചത് സംസ്ഥാന ശരാശരിയുടെ പകുതി മഴ. ഇന്നലെ 25.8 മില്ലിമീറ്റർ മഴ ലഭിച്ചു. എടക്കൽ പൈതൃക ബഹുസ്വരത ദേശീയ സമ്മേളനം സമാപിച്ചു. എടക്കൽ ലിഖിതങ്ങൾക്ക് മോഹൻജദാരോ ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിപ്സ് ലിഖിതങ്ങളുമായി സാദൃശ്യമെന്ന് MR രാഘവ വാര്യർ. എടക്കൽ ഗുഹാചിത്രങ്ങൾ സ്പർശ്യമായ ഓർമ്മ മുദ്രകൾ. എക്കോ ടൂറിസം മേഖലയിലെ ആദിവാസി ഭൂമി വിറ്റത് തഹസീൽദാരുടെ റിപ്പോർട്ട് അവഗണിച്ച്. ലാഭക്കച്ചവടത്തിന് മുൻ കളക്ടറുടെ ഒത്താശ. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.